ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ടെന്ന് വാഗ്ദത്തം ചെയ്ത നസ്രയനായ യേശുവിൻ്റെ നാമത്തിലുള്ള പ്രഭാത വന്ദനത്തെ ഈ ആഴ്ചവട്ടത്തിൻ്റെ ആരംഭ ദിവസത്തിൽ തന്നെ എൻ്റെ പ്രിയ അഭിഷിക്തന്മാരോടും സഹോദരങ്ങളോടും കൂടപ്പിറപ്പുകളോടും സുഹൃത്തുക്കളോടും അറിയിക്കുന്നു. നിങ്ങളെല്ലാവരും ആയിരിക്കുന്ന ഇടങ്ങളിലൊക്കെയും ദൈവകൃപയോടും ദൈവിക സമാധാനത്തോടും സന്തോഷത്തോടും കൂടി ആയിരിക്കുന്നുവെന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു. കഴിഞ്ഞ ഒരാഴ്ചക്കാലം നാം ആയിരുന്ന മേഖലകളിലൊക്കെ വരാവുന്ന ആപത്തുകളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നെല്ലാം വിടുവിച്ച് നമ്മെ കാത്തു പരിപാലിച്ച് നമുക്ക് വേണ്ടുന്ന സകല നന്മകൾ തന്ന് നമ്മെ പരിപോഷിപ്പിച്ച സർവശക്തനായ ദൈവത്തിന്റെ മുമ്പിൽ ഇന്ന് പകൽക്കാലവും വന്ന് അവന്റെ വചനത്തെ ഗ്രഹിക്കുവാൻ, പഠിക്കുവാൻ, ധ്യാനിക്കുവാനൊക്കെ ദൈവം തന്നിരിക്കുന്ന മഹാഭാഗ്യത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എത്ര പേർ ഇന്ന് പകൽക്കാലവും ഒരു പ്രതീക്ഷ ഉള്ളവരായിരിക്കുന്നു. കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി നാം കേട്ട വചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനേകം പേർക്ക് അനുഗ്രഹവും സമാധാനവും സന്തോഷവും അതിലുപരിയായി അവരുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങളും നടന്നു എന്ന് കേൾക്കുമ്പോൾ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഈ മാസങ്ങൾ തുടർമാനമായി നാം കേട്ടുകൊണ്ടിരിക്കുന്നത് ദൈവിക അത്ഭുതങ്ങളുടെ ഒരു മെസ്സേജാണ്, സന്ദേശമാണ്. അത്ഭുതങ്ങളിലൂടെ വഴി നടത്തുന്ന ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട്. അവൻ എന്തൊക്കെ വിഷയം വന്നാലും, കാറ്റ് വന്നാലും, കോള് വന്നാലും, പടക് മറിയുമെന്ന് തോന്നിയാലും ആ പടക് മറിയാതെ പടകിന്റെ അമരത്ത് തലവച്ചുറങ്ങുന്ന ഒരു നല്ല നാഥൻ നമ്മുടെ കൂടെയുണ്ട്. അവന്റെ പേര് യേശു എന്നാണ്. ആ യേശു ഇന്ന് പകൽക്കാലം നിങ്ങളുടെ എല്ലാ മേഖലകളെയും അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കുന്നതോടൊപ്പം തന്നെ ക്രിസ്തുവിന്റെ വചനം സകല ഐശ്വര്യത്തോടും നിങ്ങളിലും എന്നിലും നിറയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ ഒരു തിരുവചനത്തിലേക്ക് നേരിട്ട് പ്രവേശിക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാം അധ്യായം അതിന്റെ 39 മുതൽ 44 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ആമേൻ. യേശു പറഞ്ഞു, മരിച്ചവന്റെ സഹോദരിയായ മാർത്ത, കർത്താവേ, നാറ്റം വെച്ചു തുടങ്ങി 4 ദിവസമായല്ലോ എന്ന് പറഞ്ഞു. യേശു അവളോട്, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം എന്ന് വെച്ചാൽ ദൈവത്തിന്റെ അത്ഭുതം നീ കാണും. ഇവിടുത്തെ പശ്ചാത്തലം നിങ്ങൾക്കറിയാം. മാർത്തയ്ക്കും മറിയയ്ക്കും ഉണ്ടായിരുന്ന ഒരു ഏക സഹോദരൻ, യേശുവിന്റെ അരുമ ശിഷ്യൻ എന്ന് പറയുവാൻ, അല്ലെങ്കിൽ യേശുവിന്റെ സ്നേഹിതൻ എന്ന് പറയുവാൻ അവനുള്ള ലാസർ മരിച്ചു. അവൻ ആ ലാസർ മരിച്ചിട്ടും അത് അറിഞ്ഞിട്ടും യേശു ആയിരുന്ന സ്ഥലത്തായിരുന്നു. അത് കഴിഞ്ഞ് യേശു അവൻ മാർത്തയുടെയും മറിയയുടെയും അടുക്കൽ വന്നു. അവൻ മാർത്ത പലതിനെ കുറിച്ചും പരിതപിച്ചും യേശുവിനെ അസഖ്യപ്പെടുത്തി. അവൻ യേശു മാമേ ലാസറിന്റെ കല്ലറയുടെ അടുക്കലേക്ക് എത്തി. അവിടെ വെച്ചിതാ മാർത്ത പറയുന്നു, യേശുവേ, നാറ്റം വെച്ചു തുടങ്ങി 4 ദിവസമായല്ലോ എന്ന് പറഞ്ഞു. ആ സമയത്ത് യേശു പറയാ, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. എന്ന് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി അഭിഷിക്തന്മാരെ, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം മാത്രമല്ല ദൈവത്തിന്റെ അത്ഭുതം കാണും. ഇവിടെ യേശു പറയുകയാണ്, അവന്റെ മുമ്പിൽ ഉരുട്ടി വെച്ചിരിക്കുന്ന കല്ല് നീക്കുവിൻ എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ, ലാസറേ, പുറത്തു വരിക എന്ന് പറഞ്ഞു. അവൻ ആ ക്ഷണത്തിൽ തന്നെ ലാസർ പുറത്തു വരുവാൻ ഇടയായിത്തീർന്നു. നിന്റെ വിഷയം എത്ര വലുതായിക്കോട്ടെ, എന്തൊക്കെ പ്രതിസന്ധിയുടെ നടുവിലൂടെ കക്ക നീറുന്ന പോലത്തെ വിഷയമായി നീ കടന്നു പോകുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം അവൻ ആ വിഷയത്തിന്റെ മേൽ നീ പുറത്തു വരുവാൻ പോകുകയാണ്. ലാസറേ, പുറത്തു വരിക എന്ന് പറഞ്ഞ ആ ശബ്ദം ഇന്ന് പകൽക്കാലം നിന്റെ പ്രാർത്ഥനാ മുറിയിൽ, നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ, നിന്റെ കർണപടത്തിൽ അടിച്ചു കയറുന്നുണ്ട്. നീ ഒരു അത്ഭുതമായി മാറുവാൻ പോകുകയാണ്. ഈ ആഴ്ചയുടെ ആരംഭ ദിവസത്തിൽ തന്നെ ഞാൻ വിളിച്ചു പറയുന്നു, നീ അനേകം പേർക്ക് ഒരു അത്ഭുതമായി മാറാൻ പോകുക. മരിച്ചു, അടക്കപ്പെട്ടു, 4 ദിവസമായി നാറ്റം വെച്ച് ഇനി ഒരു പ്രതീക്ഷയുമില്ല എന്ന് സഹോദരങ്ങൾ വിധി എഴുതിയ സ്ഥലത്ത് യേശു ലാസറിനെ ഉയർപ്പിച്ചു. അവന്റെ നാറ്റം അവൻ പുറത്തു വരുമ്പോൾ ഉണ്ടായിരുന്നില്ല. നിന്റെ വിഷയം എത്ര നാറ്റം വെച്ചതാണെങ്കിലും, എത്ര പഴകിയതാണെങ്കിലും, അത് യേശുവിന്റെ കയ്യിൽ കിട്ടുമ്പോൾ അത് അത്ഭുതമായി മാറും. ഇന്ന് പകൽക്കാലം നിന്റെ വിഷയത്തെ യേശുവിന്റെ കയ്യിൽ കൊടുത്തിട്ടാ നീ ആത്മാ നിറവോട് കൂടി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ഈ ദിവസങ്ങളിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണുന്ന ദിവസങ്ങളാക്കി മാറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ വചനത്താൽ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. God bless you. Jesus loves you. God be with you.